സുഹൃത്തുക്കളെ, ഇന്ന് ചതയ ദിനം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ രംഗത്തും നവോത്ഥാന മണ്ഡലത്തിലും സ്തുത്യർഹമായ സംഭാവനകൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷമുള്ള കഴിഞ്ഞ 92 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോഴും കേരള സമൂഹത്തെ ഇത്രമാത്രം അഗാധമായി സ്വാധീനിച്ച മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. 1.5 നൂറ്റാണ്ട്. ആ 1.5 നൂറ്റാണ്ടിനിടയ്ക്കാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ജനജീവിതത്തിൻ്റെയും പൊതുമണ്ഡലത്തിൻ്റെയും അടിത്തറ ഇട്ടത് എന്ന് പറയാം. അതിന് കാരണം കേരളത്തിൻ്റെ ആധുനികത എന്ന് പറയുന്നത് തീർച്ചയായും പാശ്ചാത്യ കൊളോണിയൽ അധിനിവേശവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക, അഥവാ വേർപെടുത്താനാവാതെ വിധം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വേണം കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെയും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നാലും നാട്ടുരാജാക്കന്മാർ, ഏതാണ്ട് 600ഓളം വരുന്ന നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യ ആയിരുന്നാലും അവരുടെയൊക്കെ സമൂഹം എന്ന് പറയുന്നത്, ആധുനികത എന്ന് പറയുന്നത് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ആധുനികത സൃഷ്ടിച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം കേരളത്തെ നമ്മൾ വീക്ഷിക്കേണ്ടത്. ശ്രീനാരായണൻ തീർച്ചയായും നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സമശീർഷനുമായിരുന്ന ചട്ടമ്പി സ്വാമിയും അങ്ങനെ തന്നെയായിരുന്നു. ഇതിനു മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ അയ്യങ്കാളി, അദ്ദേഹവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്ന, അക്ഷരാഭ്യാസം ലഭിച്ച ആളായിരുന്നില്ല. പക്ഷേ അവരൊക്കെ കേരള സമൂഹത്തിൽ മാറ്റിമറിച്ച ഒരു പൊതു ഇടത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചത് നമുക്കൊരിക്കലും വിസ്മരിക്കാനാവാത്ത സംഭാവനയായിട്ട് തന്നെ കണക്കാക്കണം. 2 കാര്യങ്ങളാണ് ശ്രീനാരായണനുമായി ബന്ധപ്പെട്ട് ഈ ചതയ ദിന പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 1916 അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച നമുക്ക് ജാതിയില്ല എന്ന വിളംബരം. അത് 1991 ഇടവം 15 ആണ് പ്രസിദ്ധീകരിച്ചത്. 1916 മെയ് 27 ആയി വരും. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു ആ പ്രഖ്യാപനം നടത്തിയത്. ഒരു മാസം കഴിഞ്ഞ് മിഥുനത്തിൽ അത് പ്രബുദ്ധ കേരളം എന്ന മാസികയിൽ അച്ചടിച്ചു വന്നു. കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ മാസികയാണ് പ്രബുദ്ധ കേരളം. ആ പ്രബുദ്ധ കേരളം മാസികയിലാണ് അച്ചടിച്ചു വന്നത്. അത് പ്രസിദ്ധീകരിച്ചിട്ട്, അല്ലെങ്കിൽ ആ വിളംബരം പ്രസിദ്ധീകരിച്ചിട്ട് ഇന്നേക്ക് 104 കൊല്ലമാണ്. രണ്ടാമത്തേത് ഇപ്പോഴത്തെ പ്രസക്തിയാണ്. 1920 അഥവാ 1996 ചതയദിനത്തിന് അദ്ദേഹം പ്രസിദ്ധീകരിച്ച മറ്റൊരു വിളംബരമെന്നോ പ്രസ്താവനയെന്നോ പറയാം. അത് മദ്യവർജനത്തെ സംബന്ധിച്ച്. മദ്യവർജനമാണോ മദ്യനിരോധനമാണോ എന്ന് ചോദിച്ചാൽ വേർതിരിച്ച് പറയാൻ പ്രയാസമുണ്ടാവും. ഇത് രണ്ടും, ഒന്ന് ജാതി മതമില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിളംബരവും, മറ്റ് ഒരു 100 കൊല്ലം മുമ്പ് 1996 ചിങ്ങത്തിലെ ചതയദിനത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച മദ്യത്തിനെതിരായ പ്രസ്താവന. ഇത് രണ്ടുമാണ് ശ്രീനാരായണനെ 21-ാം നൂറ്റാണ്ടിലെ 2020-ാം ആണ്ടത്തിൽ, അല്ലെങ്കിൽ 2020-കളിലെ കേരളീയ അവസ്ഥയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രസക്തം എന്ന് ഞാൻ കരുതുന്നു.
അദ്ദേഹത്തിൻ്റെ ദാർശനിക പദ്ധതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധ്യാത്മികമായ ഉണർവുകളോ, വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൊടുത്ത പ്രാമുഖ്യമോ, വ്യവസായത്തിനും കൃഷിക്കും കൊടുത്ത പ്രോത്സാഹനമോ, ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി ആൾക്കാർക്ക് അവസരമുണ്ടാക്കുന്നതിന് നടത്തിയ പോരാട്ടങ്ങളോ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാനത് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രകീർത്തിക്കുന്നത് 1888 അരുവിക്കരയിൽ അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠയായിരിക്കും. ആ വിഗ്രഹ പ്രതിഷ്ഠ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, നാം ഇനി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയില്ല, ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരുന്നു, കെടാവിളക്ക് പ്രതിഷ്ഠിച്ചിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത്, ജനങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് താൻ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. അദ്ദേഹത്തിന് വിഗ്രഹങ്ങൾ വേണ്ട, അദ്ദേഹത്തിന് ബിംബങ്ങൾ വേണ്ട. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മജ്ഞാനത്തിന്റെ ആത്യന്തികമായി നേടുന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുമായി സംവദിച്ചപ്പോൾ, ജനങ്ങളുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കാണുന്നു, ജനങ്ങൾക്കൊരു ബിംബം വേണം, അവർക്ക് ആരാധിക്കാനൊരു വിഗ്രഹം വേണം. ആ വിഗ്രഹങ്ങളാവട്ടെ സവർണരുടെ, സമ്പന്നരുടെ നിയന്ത്രണത്തിൽ. അവിടെ പ്രവേശനമില്ല. ഇവിടെ സവർണരും സമ്പന്നരും എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ഭൂസമ്പത്ത്, ഭൂമി, അത് ഇന്ന് ഏറ്റവും വലിയ സമ്പത്താണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ച ഒരു കേന്ദ്ര നിയമം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മണ്ണും മനുഷ്യനുമാണ്. കേരളത്തിന്റെ അധ്വാനശേഷിയുള്ള മനുഷ്യരും ജനങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മണ്ണും, അതിനെ തരിമ്പ് കേടുകൂടാതെ കടലോരം മുതൽ മലയോരം വരെ നീണ്ടു കിടക്കുന്ന, കിഴക്ക് പടിഞ്ഞാറായിട്ടും തെക്ക് വടക്കായിട്ടും കിടക്കുന്ന ഈ കൊച്ചു കേരളത്തെ സംരക്ഷിച്ചു നിർത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി ഇരുളടഞ്ഞതാവും. ഇപ്പോൾ കാണുന്ന മഹാവ്യാധി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന COVID-19 മാത്രമല്ല, മണ്ണിടിച്ചിൽ തൊട്ടു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മണ്ണിടിച്ചിലുണ്ടായി കുറെ ഒരു ജനതയാകെ മണ്ണിനടിയിലേക്ക് കൊണ്ടുപോയത്. അത്തരത്തിൽ നോക്കുമ്പോൾ മണ്ണും മനുഷ്യനും എല്ലാ കാലത്തും ഏത് സമൂഹത്തിന്റെയും സമ്പത്താണ്, കേരളത്തിന്റെയും അതായിരുന്നു. കേരളത്തിന്റെ സമ്പത്തായിരുന്ന മണ്ണിനെയും അതിന്റെ ഉടമസ്ഥതയെയും 2-3 കേന്ദ്രങ്ങളിലായിട്ട് ആൾക്കാർ സംഭരിച്ചു വച്ചു എന്നുള്ളതാണ് കേരള സമൂഹത്തിന്റെ പ്രത്യേകത. ഒരു കാലത്ത് ആരുടേതുമല്ലാതായിരുന്ന കേരളത്തിന്റെ ഭൂമി, പൊതുസ്വത്ത്, കോമൺവെൽത്ത് എന്ന് പറയാവുന്ന പൊതുസ്വത്ത്, ആ പൊതുസ്വത്തിനെ ദേവസ്വമായിട്ടും ബ്രഹ്മസ്വമായിട്ടും ഭണ്ഡാരവകയായിട്ടും വീതം വെച്ചെടുത്തത് 3 കൂട്ടരായി, അല്ലെങ്കിൽ 2 കൂട്ടരാണ്. ആ 2 കൂട്ടരിൽ നിന്നും വേറൊരു കൂട്ടർക്ക് പിന്നീട് ഭൂമിയുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും കിട്ടുകയും ചെയ്യും. അങ്ങനെ ഭൂമി ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന ഒരു കാലഘട്ടം, ആ സമ്പത്തിനെ അല്ലെങ്കിൽ ആ സമ്പത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള സാമൂഹ്യമായ ഘടനയുണ്ടാക്കിയ ഘടനയുടെ പേരാണ് ജാതി. ആ ജാതി വ്യവസ്ഥ മനുഷ്യ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച തുല്യതയില്ലായ്മ, വിവേചനം, ആ വിവേചനത്തിന് വിവേചനയ്ക്ക് എതിരായിട്ടും തുല്യതയ്ക്ക് വേണ്ടിയും നടത്തിയ പോരാട്ടങ്ങളാണ് 19-ാം നൂറ്റാണ്ടിനെയും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തെയും ശ്രദ്ധേയമാക്കുന്നത്. അതിന് സാക്ഷിയായ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു, അതേപോലെ ചട്ടമ്പി സ്വാമികൾ. അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന അയ്യ വൈകുണ്ഠനെ പോലുള്ള ആൾക്കാർ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ തുടങ്ങിയ ആൾക്കാർ അവർക്ക് മുമ്പ്, അവർക്ക് സമകാലികരായി ഒരു പിടി ആൾക്കാർ. ഇപ്പൊ എണ്ണി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെല്ലാം കൂടിയാണ് കേരള സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തോടൊപ്പം വിവേചനത്തിനെതിരായ ഒരു മനോഭാവം വളർത്തുന്നതിനും കൂടി ശ്രമിച്ചത്. വിവേചനത്തിനെതിരായ മനോഭാവം ആധുനികതയുടെ ലക്ഷണമാണ്. പക്ഷെ അതുകൊണ്ട് ആധുനികത വന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആളായിരുന്നില്ല. പക്ഷെ പരമ്പരാഗത രീതിയിൽ അദ്ദേഹം മാതൃഭാഷയും സംസ്കൃതവും തമിഴും എല്ലാം അറിയാമെന്ന് തമിഴും അഭ്യസിച്ചു. അതുകൊണ്ട് ഈ 3 ഭാഷയിലെയും ആധികാരിക ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് വായിക്കാനും നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചു. അങ്ങനെ സാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജാതി വ്യവസ്ഥ അനാവശ്യമാണ് എന്ന് തോന്നിയത്.
ജാതി വ്യവസ്ഥ മാത്രമല്ല, മതവ്യവസ്ഥയും അനാവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. CV കുഞ്ഞിരാമനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മതത്തെ സംബന്ധിച്ച കാര്യങ്ങൾ. കേരളത്തിൽ ഏറെക്കാലം പ്രാബല്യത്തിൽ നിലനിന്നല്ലോ ബുദ്ധമതം. ആ ബുദ്ധമതം അപജയം വന്നു പോയല്ലോ. ഹിന്ദുമതം എന്നൊരു സാധനമാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഗുരു തിരിച്ചു ചോദിക്കുന്നു, ഹിന്ദുമതം എന്നൊന്നുണ്ടോ? അപ്പൊ പ്രത്യേകിച്ചൊരു മതമായിട്ട് ഹിന്ദുമതത്തെ അദ്ദേഹം കാണുന്നില്ല. ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ഒരു ഭൂമിയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ മതമാണ് ഹിന്ദുമതം. അതിൽ വേണമെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെയും ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നവരെയും പാഴ്സി മതത്തിൽ വിശ്വസിക്കുന്നവരെയും നമുക്ക് ഉൾപ്പെടുത്താം. കാരണം ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും പാഴ്സി മതവും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് ഇവിടത്തുകാരായി തീർന്ന് സഹസ്രാബ്ദങ്ങളിലൂടെ ഇവിടത്തുകാരായി തീർന്നതിന് ശേഷം അവർ കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങളാണ് അതൊക്കെ. അതിന് സംഘടിതമായൊരു രൂപമുണ്ട്. ഇന്ത്യക്ക് അകത്തു തന്നെ, ഈ കൊച്ചു കേരളത്തിനകത്തു തന്നെ നാനാ വിധത്തിലുള്ള ആരാധനാ രൂപങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, വിഗ്രഹങ്ങളില്ലാത്ത ആരാധനകളുണ്ട്. ഇതെല്ലാം കൂടി സങ്കീർണമായിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിലാണ് ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയും അദ്ദേഹത്തിന്റെ അവരുടെ സമശീർഷരും സമകാലികരുമായ വ്യക്തികൾ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും സജീവമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് ശ്രീനാരായണൻ അന്തർമുഖനായ ഒരു സന്യാസിയാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹം ആൾക്കാരെ കണ്ടുപിടിച്ച് സംസാരിക്കുകയല്ല, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആൾക്കാർ വരികയാണ്. ഇങ്ങനെ ഒരു യോഗി ഒരിടത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചില ആൾക്കാർ വരികയാണ്. അത് പിന്നെ ആൾക്കൂട്ടമായി മാറുകയാണ്. ശ്രീനാരായണ സന്ദേശം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും എത്തിച്ചവരിൽ ബുദ്ധിജീവികളുടെ പങ്ക് നിർണായകമാണ്. ബുദ്ധിജീവികളും അവരുടെ പ്രവർത്തനവുമില്ലെങ്കിൽ ഒരു സന്യാസിയുടെയും ഏത് വ്യക്തിയുടെയും പ്രശസ്തി, യശസ് അവർ ജീവിച്ചിരിക്കുന്ന ഇട്ടാവട്ടത്തിന് അപ്പുറത്തേക്ക് പോവുകയില്ല. അങ്ങനെ ഒരു ബുദ്ധിജീവി വർഗം 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി കേരളത്തിൽ വളർന്നു വന്നതാണ് ശ്രീനാരായണന്റെയും ചട്ടമ്പി സ്വാമിയുടെയും ഒക്കെ പ്രശസ്തിക്കും അവരുടെ പ്രവർത്തനം സർഗാത്മകമാകുന്നതിനും അവരുടെ പ്രവർത്തനം കൂടുതൽ പ്രയോജനകരമായി തീരുന്നതിനും ഇടയാക്കിയത്. ഈ ബുദ്ധിജീവികളുടെ വികാസമാകട്ടെ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികളുടെ ഉദയമാകട്ടെ പാശ്ചാത്യ വിദ്യാഭ്യാസവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പാശ്ചാത്യ വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ക്രൈസ്തവ മിഷണറിമാരും അവർക്ക് പ്രചോദനമായിട്ട് കേരളത്തിന് വെളിയിൽ മദ്രാസ് ആസ്ഥാനമാക്കിയുള്ള ബ്രിട്ടീഷ് ഭരണവും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജഭരണവും അല്ലെങ്കിൽ നാടുവാഴി ഭരണവും സഹായകരമായിട്ടുണ്ട്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാടുവാഴി ഭരണം ക്രൈസ്തവ മിഷണറിമാർക്ക് കൊടുത്തത്രയും പ്രോത്സാഹനം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിലെ ക്രൈസ്തവ മിഷണറിമാർക്ക് കൊടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ക്രൈസ്തവ മിഷണറിമാർ ആധുനികതയുടെ ചുവടുവയ്പ്പുകൾ നടത്തിയപ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് മാതൃഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും വിദ്യാഭ്യാസങ്ങൾ തുടങ്ങുന്നു, ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുന്നു, അച്ചടിശാലകൾ തുടങ്ങുന്നു, പുസ്തക നിർമ്മാണം തുടങ്ങുന്നു, വാരികകളും പത്രങ്ങളും തുടങ്ങുന്നു. അതിലൂടെ പ്രബുദ്ധമായ ഒരു സമൂഹം വളർന്നു വരുന്നു. കേരളീയ പ്രബുദ്ധത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും അച്ചടിയുടെയും പുസ്തകത്തിൻ്റെയും അറിവിൻ്റെയും വ്യാപനത്തോടു കൂടിയാണ്. അഥവാ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ജനകീയവൽക്കരണത്തോടു കൂടിയാണ്. വിജ്ഞാനം ജനകീയവൽക്കരിക്കപ്പെട്ടപ്പോഴാണ് വിജ്ഞാനം ഒരു പിടിക്കാരൻ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കി വച്ചിരുന്ന ഒരു സവർണ സമ്പന്ന വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് അത് ചോർന്നു പോവുകയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ടാണ് ശ്രീനാരായണ പ്രസ്ഥാനവും ചട്ടമ്പി സ്വാമി പ്രസ്ഥാനവും ഒക്കെ സജീവമായിട്ട് കേരള സമൂഹത്തിൽ ഇടപെട്ടതും കേരള സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ അത് ആധുനിക രൂപത്തിൽ ഉണ്ടാക്കുന്നതിന് നിമിത്തമായി തീരുകയും ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ആമുഖമായി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അത് പാശ്ചാത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്, കൊളോണിയൽ വിദ്യാഭ്യാസമാണ്, കൊളോണിയൽ ഭരണത്തിന്റെ പിന്തുണയോട് കൂടിയാണ്. ആ ആധുനിക വിദ്യാഭ്യാസം ഒരു മധ്യവർഗത്തെ ഇവിടെ സൃഷ്ടിച്ചു. ആ മധ്യവർഗത്തിലെ ബുദ്ധിജീവികളാണ് ഡോക്ടർ കുമാരനാശാൻ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K സുകുമാരൻ, C കേശവൻ, അങ്ങനെ എത്രയോ പേരെ നമുക്ക് എടുത്തു പറയാം. അവരെല്ലാം തന്നെ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. അവർ ബുദ്ധിജീവികളാണ്. അവർ കേരള സമൂഹത്തെ പ്രബുദ്ധതയിലേക്ക് നയിച്ചവരാണ്.
ഈ പ്രബുദ്ധതയുടെ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് അവർ സമത്വവാദികളായിരുന്നു എന്നതാണ്. വിവേചനത്തിനെതിരായ സമത്വം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുമ്പോലുള്ള ഈക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന തത്വത്തിന്റെ വക്താക്കളായിരുന്നു അവർ. അതൊരുപക്ഷെ അവർക്ക് ലഭിച്ചത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ആവാം. ഇംഗ്ലീഷ് വിപ്ലവങ്ങളും ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും അവരുടെ ആധുനിക വിദ്യാഭ്യാസ പദ്ധതിയിൽ കടന്നു വന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഇന്ത്യയിലെ പാഠ്യപദ്ധതി പരിശോധിച്ചു കഴിഞ്ഞാൽ സ്കൂൾ പാഠ്യപദ്ധതി ആയിരുന്നാലും പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ വരുന്ന സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നാലും ഈ സാമൂഹ്യ പരിവർത്തനം പാശ്ചാത്യ ലോകത്ത് നടന്നതിനെ കുറിച്ച് ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിലെ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആധുനിക ശാസ്ത്രം പഠിപ്പിച്ചു, കൃഷിശാസ്ത്രം പഠിപ്പിച്ചു, സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രം പഠിച്ചു, അടിസ്ഥാന ശാസ്ത്രം പഠിപ്പിച്ചു, അതേപോലെ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചു. ഈ ഇത്തരത്തിലുള്ള ആധുനിക ശാസ്ത്രങ്ങൾ പഠിച്ചു വളർന്നവരായിരുന്നു പിന്നീട് നമ്മുടെ കേരളത്തിന്റെ പ്രബുദ്ധതയുടെ വക്താക്കളായി തീരുന്നത്, ബുദ്ധിജീവികളായി തീരുന്നു. ആ ബുദ്ധിജീവികളുടെ സമത്വവാദം, വിവേചനത്തിനെതിരായ മനോഭാവം, ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ തന്നെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസമോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ ലഭിച്ചിട്ടില്ലാത്ത ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണന്റെയും ദർശനങ്ങളുമായിട്ട് എങ്ങനെ ഒത്തുപോകുന്നു? അവിടെയാണ് ഒരു സമന്വയം നമ്മൾ ദർശിക്കേണ്ടത്. ശ്രീനാരായണന്റെയും ചട്ടമ്പി സ്വാമിയുടെയും പിൻബലം അല്ലെങ്കിൽ അടിത്തറ ഭൂമിക എന്ന് പറയുന്നത് വൈദിക ദർശനമാണ്, അത് അദ്വൈതമാണ്. വേദങ്ങളിൽ പറയുന്ന അദ്വൈത ദർശനം പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിലൂടെയും സംസ്കൃത വിദ്യാഭ്യാസത്തിൽ അവർക്ക് കിട്ടുന്നു. ആ അദ്വൈത ദർശനത്തിൽ വിവേചനമില്ല, വ്യക്തികൾ തമ്മിൽ വിവേചനം. കാരണം എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നത് ജീവൻ അല്ലെങ്കിൽ ആത്മം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ച സത്യമായ, പ്രപഞ്ച തേജസ്സായ, പ്രപഞ്ചത്തിന്റെ ജീവനായ ആ ബ്രഹ്മത്തിന്റെ ഒരംശമാണ്, ഒരു അഗ്നിസ്ഫുലിംഗം പോലെ എല്ലാ മനുഷ്യരിലും ജ്വലിക്കുന്ന ആത്മാവ്. ആ ആത്മാവ് ബ്രഹ്മത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആത്മാക്കൾ തമ്മിൽ വിവേചനമില്ല. ആത്മാവ് കുടികൊള്ളുന്ന താൽക്കാലികമായിരിക്കുന്ന ഈ മൺകൂട്, ഈ മനുഷ്യ ശരീരം, ആ മനുഷ്യ ശരീരം കറുത്തവനെന്നോ വെളുത്തവനെന്നോ അധമനെന്നോ നീചനെന്നോ അല്ലെങ്കിൽ ഉത്തമനെന്നോ അധമനെന്നോ അല്ലെങ്കിൽ സവർണനെന്നോ അവർണനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തുല്യനായി നിൽക്കുന്നു. അത് ഭാരതീയ ദർശനത്തിന്റെ തുല്യതയാണ്. ആ ഭാരതീയ ദർശനത്തെ ഓരോ കാലഘട്ടത്തിലെയും ഭരണകർത്താക്കളും ദാർശനികന്മാരും അവരുടെ ഇഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. പക്ഷെ ശ്രീനാരായണനിലേക്ക് എത്തുമ്പോൾ ആ ദാർശനിക സത്യം മനുഷ്യ വിവേചനത്തിനെതിരായ സത്യമായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. ആ മനുഷ്യ വിവേചനത്തിനെതിരായ ബ്രഹ്മസത്യം, ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനത്തെയാണ് ജാതിക്കെതിരായ പോരാട്ടത്തിനുള്ള കരുത്തുറ്റ ആയുധമായി, ആറ്റം ബോംബായി ശ്രീനാരായണൻ പ്രയോഗിക്കുന്നത്. നോക്കൂ, അവിടെയാണ് ആധുനിക ബുദ്ധിജീവികൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത സമത്വം എന്ന സിദ്ധാന്തവും ഭാരതീയ ദർശനത്തിൽ അന്തർലീനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ അദ്വൈത ദർശനത്തിന്റെ അടിത്തറയായ ബ്രഹ്മത്തിൽ കാണുന്ന ഐക്യവും പരസ്പര പൂരകമായി തീരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രാചീനമായ ഒരു ദർശനം, അത് ഭാരത ദർശനത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. ആ ഉദാത്തമായ ദർശനത്തിന്റെ വക്താക്കളായ ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമിക്കും ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസവും അതിന്റെ സമത്വ സങ്കല്പത്തിന്റെ വക്താക്കളും പതാകവാഹകരുമായി തീരുന്ന ഡോക്ടർ പൽപ്പു, കുമാരനാശാനും CV കുഞ്ഞിരാമനും അല്ലെങ്കിൽ K സുകുമാരനും പോലുള്ള അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും മന്നത്ത് പത്മനാഭനെയും പോലുള്ള ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച് ആധുനിക ബുദ്ധിജീവികളായവരും തമ്മിലുള്ള സമന്വയത്തിന്റെ അടിത്തറ അതാണ്. അവരെ ഈ രണ്ടു കൂട്ടരെയും ആധുനിക ബുദ്ധിജീവികളും പ്രാചീന ദർശനത്തെ ഏറ്റവും ആധുനികമായ ദർശനമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ ഗുരുവും തമ്മിൽ താതാത്മ്യപ്പെടുന്നത് അവിടെയാണ്. ഈ താതാത്മ്യമാണ് കേരളീയ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നാരായണ ഗുരുവിന്റെയും അതുപോലെ ചട്ടമ്പി സ്വാമിയുടെയും ആത്മീയമായ തേജസ് മാത്രമല്ല, ആ ആത്മീയമായ തേജസ് കൂടെ ഇരിക്കുന്നവരിലേക്ക് സംക്രമിക്കുന്നു, വിദ്യുത് പ്രവാഹം പോലെ സംക്രമിക്കുന്നു. ആ സംക്രമിക്കുമ്പോൾ അതിനെ കൂടുതൽ ദൂരങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനെ കൂടുതൽ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പതാകവാഹകന്മാരായി തീരുന്ന ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചത് അവരുടെ മുമ്പിലാണ് ശ്രീനാരായണനും
ചട്ടമ്പി സ്വാമിക്ക് തങ്ങളുടെ ദർശനം കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നതും അങ്ങനെ ആ അവതരിപ്പിച്ച ദർശനം ആധുനിക സമൂഹത്തിന്റെ സൃഷ്ടിക്കായി അവർ പ്രയോഗിക്കുന്നതും. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗ ബുദ്ധിജീവികളും പ്രാചീനമായ ഭാരതത്തിന്റെ ഏറ്റവും ഉദാത്ത ദർശനമായ അദ്വൈത ദർശനത്തിന്റെ വക്താക്കളായ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കൂടി സമന്വയിക്കുമ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പൊതു ഇടമാണ്. ആ പൊതു ഇടം, പബ്ലിക് സ്ഫിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പൊതു ഇടം, പൊതുസമൂഹത്തിന്റെ സൃഷ്ടി. ആ പൊതുസമൂഹത്തിന്റെ സൃഷ്ടിക്ക് തടസ്സമായി നിൽക്കുന്നത് ജാതി വ്യവസ്ഥയാണ്. സാമ്പത്തിക അവസ്ഥ എപ്പോഴും മാറാം. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരും സാമൂഹ്യമായി പിന്നോക്കാവസ്ഥയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ സാമൂഹ്യ പരിഷ്കരണവും അതിന്റെ സന്തതിയായി സമൂഹ നവോത്ഥാന പ്രസ്ഥാനം ഉയർക്കൊള്ളേണ്ടി വന്നത്. പരമ്പരാഗതമായ കേരള സമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂസ്വത്തായിരുന്നു ഏറ്റവും അടിത്തറയായി പ്രവർത്തിച്ചത്. അത് 3 വിഭാഗക്കാരുടെ കയ്യിലായിരുന്നു. 3ആയിട്ട് വീതം വെച്ച് രണ്ട് ഭാഗം ഒരു കൂട്ടരും മൂന്നാമത്തെ കൂട്ടർ മറ്റു കൂട്ടരെ കൈവച്ചു. ദേവസ്വവും ബ്രഹ്മസ്വവും ഭൂമി ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ പൂജാരിമാരുടെ കയ്യിലും ഭണ്ഡാരവക അല്ലെങ്കിൽ സർക്കാർ വക ഭൂമി ഭരണാധികാരികളുടെ കയ്യിലുമായിരുന്നു. ഇവർ തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടാണ് കേരള സമൂഹത്തിന്റെ ജാതി വ്യവസ്ഥയെ ദൃഢമാക്കി നിർത്തിയിരുന്നത്. ആ ദൃഢമാക്കി നിർത്തിയ സാമൂഹ്യ വ്യവസ്ഥയെ ഉടച്ചു വാർക്കുന്നത്, അതിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്, അതിനെ തകർന്ന് തരിപ്പണമാക്കാനുള്ള ശക്തി ഉണ്ടാക്കി എടുത്തത് ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയും പോലുള്ള ആർഷ ദർശനത്തിനൊക്കെ ഭാരത ദർശനത്തിന്റെ വക്താക്കളും ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗ ബുദ്ധിജീവികളും കൂടിയാണ്. ഈ സമന്വയമാണ് കേരളത്തിന്റെ പൊതു ഇടത്തിന്റെ നിർമ്മിതിക്ക് കാരണമായി ഭവിച്ചത്. അവിടെ തടസ്സം നിൽക്കുന്ന എന്തിനെയോ അതിനെയൊക്കെ തട്ടി നീക്കുക എന്നുള്ളതാണ്. ആ തട്ടി നീക്കലിന്റെ ഭാഗമാണ് ജാതിക്കെതിരായ മനോഭാവം വരുന്നത്. ആ തട്ടി നീക്കലിന്റെ ഭാഗമായിട്ടാണ് ഗുരു പറയുന്നു, ഞാൻ ഒരു മതത്തിലും വക്താവല്ല, എന്റെ ദർശനം ബ്രഹ്മദർശനമാണ്. ആ ബ്രഹ്മദർശനം ഒരു മതത്തിനകത്ത് ഒതുങ്ങുന്നതല്ല. ഒരു ദർശനത്തെ ഒരു മതസംഘടനയ്ക്കുള്ളിൽ ഒതുക്കിക്കഴിഞ്ഞാൽ അത് ന്യൂനീകരിക്കപ്പെടും. നമ്മൾ മതസംഘടനകളുടെ എല്ലാ അവസ്ഥയിൽ കാണുന്നതാണ്. ഇവൻ ഒരു പരിധിവരെ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് സംഭവിക്കുന്നുണ്ട്. ഒരു ദർശനത്തെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പരിപ്രേക്ഷ്യത്തിനകത്തേക്ക് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സംഭവിക്കുന്നത് അത് ഏറ്റവും പരിമിതമായ തരത്തിൽ നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ആ പരിമിതികൾക്ക് നടക്കാൻ കഴിയണം. കാരണം സംഘടനകൾ വേണം. പക്ഷേ സംഘടനകൾക്ക് അപ്പുറത്തേക്ക് കാണാനും പോകാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായകരമായി തീരുകയുള്ളൂ. ജാതി വ്യവസ്ഥ പൊതു ഇടത്തിന്റെ നിർമ്മിതിക്ക് തടസ്സമായിരുന്നു. അതുകൊണ്ട് ആ ജാതി വ്യവസ്ഥയെ തകർക്കണം. മതസംഘടനകൾ ഏതെങ്കിലും പ്രത്യേക മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ വക്താക്കളാകേണ്ടി വരും. അങ്ങനെ വക്താക്കളായി കഴിഞ്ഞാൽ പൊതു ഇടത്തിന്റെ നിർമ്മിതിക്ക് തടസ്സമാവും ശ്രീനാരായണന് തോന്നി. അതുകൊണ്ടാണ് സംഘടിച്ച് ശക്തരാകാൻ അദ്ദേഹം പറയുകയും 903 SNDP യോഗം സ്ഥാപിക്കുകയും അതിന്റെ അധ്യക്ഷനായിരിക്കാൻ സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം നടത്തിയത്. പക്ഷെ 903 നിന്നും 916 എത്തുമ്പോൾ, അതായത് 13 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യമാകുന്നു താൻ സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞത് തെറ്റായ രീതിയിലാണ് അനുയായികൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യക്കാർ മനസ്സിലാക്കിയത്. അങ്ങനെ സ്ഥാപിത താല്പര്യക്കാർ മനസ്സിലാക്കിയത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട് അതിനെ മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹം രാജിക്കത്തെഴുതി വൈസ് പ്രസിഡന്റായ അല്ലെങ്കിൽ ഉപാധ്യക്ഷനായ ഡോക്ടർ പൽപുവിനെ ഏൽപ്പിക്കുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ജാതിയില്ലാ വിളംബരം പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, ഒരു സംഘടന ഉണ്ടാക്കുകയും ആ സംഘടനയ്ക്ക് ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പേരിടുകയും, അത് അദ്ദേഹത്തിന്റെ സ്വന്തം പേരല്ല, സാക്ഷാൽ നാരായണൻ വേറെ ആളാണെന്ന് നമുക്കറിയാം. ഒരു സംഘടന ഉണ്ടാക്കുകയും സംഘടിച്ച് ശക്തരാകാൻ അനുകൂലിക്കുക. കാരണം സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ശക്തരാകാൻ സാധിക്കുകയുള്ളൂ. ആ ശക്തി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് മുന്നേറാനും സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നും 1888 നിന്നും 903 എത്തുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നപ്പോഴാണ്. അതിന് അദ്ദേഹത്തിന് പിൻബലമായിരുന്ന ഡോക്ടർ പൽപൂനെ പോലുള്ള ആൾക്കാർ, കുമാരനാശാനെ പോലുള്ള ആൾക്കാർ, ആദ്യകാലത്ത് ഒരുപാട് പ്രവർത്തകർ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഉണ്ടാക്കി വെച്ച സംഘടന വഴിവിട്ടു പോകുന്നു, അത് മറ്റു ചില ആൾക്കാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോകുന്നു എന്ന തോന്നലോ അല്ലെങ്കിൽ ആ വാസ്തവം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നു. രാജിവെച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ജാതിയില്ലാ വിളംബരം. അദ്ദേഹം വെറും ജാതിയില്ലാ വിളംബരം എന്നല്ല പറഞ്ഞത്, ജാതി മത ഭേദമില്ലാത്ത ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ പ്രസ്താവന ഞാനിവിടെ പൂർണ്ണ രൂപത്തിൽ വായിക്കുന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകത ഉണ്ടാകും, ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് 1091 ഇടവം 15
അതിൻ്റെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 1916 മെയ് 27 എന്നാവും. പിന്നെ വാചകം ഇങ്ങനെ, അദ്ദേഹം എഴുതിയ പ്രസ്താവന ഇങ്ങനെയാണ്: നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവായി പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ച് നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമുക്ക് പിൻഗാമിയായി വരാൻ തക്കവണ്ണം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂവെന്നും മേലും ചേർക്കുകയുള്ളൂവെന്നും വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്യുന്നു. ഇത് ആലുവ അദ്വൈതാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചതാണ്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ശ്രീനാരായണൻ പ്രത്യേക ജാതിയുമില്ല, പ്രത്യേക മതവുമില്ല. അദ്ദേഹം മനുഷ്യവർഗത്തിന്റെ ആളാണ്, മനുഷ്യജാതിയുടെ ആളാണ്. പശുവിന് പശുത്വം എന്ന് പറയുന്നത് പോലെ മനുഷ്യന് മനുഷ്യത്വം എന്ന ജാതി മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞ ആ സന്യാസി ശ്രേഷ്ഠന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അതിന് മുമ്പും അതിന് പിന്നീടും ആൾക്കാർ നടന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥയായി മാറിയിരിക്കുന്നു. മതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഹിന്ദു മതം എന്ന് പറയും. അടുത്ത കാലത്ത് അദ്ദേഹം ഹിന്ദു സന്യാസിയാണെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി കണ്ടു. അദ്ദേഹം ഹിന്ദു സന്യാസിയാണ്. അദ്ദേഹം സന്യാസിയാണ്, പക്ഷേ മനുഷ്യ സന്യാസിയാണ്, ഹിന്ദു സന്യാസിയല്ല. ഹിന്ദു മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നേരത്തെ സൂചിപ്പിച്ചു. ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസമാണ് ഹിന്ദു മതമെന്ന് പറയേണ്ടത്. അതിൽ വിഗ്രഹങ്ങൾ ഉള്ളവരുണ്ട്, വിഗ്രഹമില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ പനയെയും പാലയെയും അതുപോലുള്ള മരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ജന്തുജാലങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇതൊന്നും ചെയ്യാതെ നാസ്തികന്മാരും അടങ്ങുന്ന ഒരു സമൂഹമാണ് അതിപ്രാചീന കാലം മുതൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അവരുടെ മുഴുവൻ മതമാണ് ഹിന്ദു മതം. അത് നാസ്തിക മതമായിരുന്നാലും ആസ്തിക മതമായിരുന്നാലും അത് മതമാണെങ്കിൽ ആ മതമാണ് തന്റെ മതം, അല്ലാതെ ഇന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഹിന്ദു മതമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം ജാതിക്കും മതത്തിനും അതീതമായിരുന്നു. മതസംഘടനകൾ മനുഷ്യനെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അത് 2020 104 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാണ്, എത്രമാത്രം ശ്രീനാരായണ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടും അദ്ദേഹത്തിന്റെ സ്വാധീനത്താലും ആധുനിക കേരളത്തിലുണ്ടായ സംഘടനകളും ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് ഒരു കണക്കെടുപ്പ് നടക്കേണ്ട സമയത്താണ് നമ്മളിത് ഈ സംഭാഷണം അല്ലെങ്കിൽ ഈ ചതയദിന പ്രഭാഷണം നടത്തേണ്ടി വന്നത്. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ പരസ്യമായിട്ട് ആരും ജാതി വിവേചനം നടത്താൻ ധൈര്യം കാണിക്കുന്നില്ല. ധൈര്യം കാണിക്കാത്തതിന് കാരണം 2ആണ്. ഒന്ന് ശ്രീനാരായണൻ തന്നെയാണ്. ശ്രീനാരായണൻ ചട്ടമ്പി സ്വാമിയും അവർക്ക് സമശീർഷകരും സമകാലികരുമായിരുന്ന എല്ലാ പ്രവർത്തകരും കൂടി ചേർന്ന് ഒരു പൊതു ഇടമുണ്ടാക്കിയെടുക്കുകയും ആ പൊതു ഇടത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ച സിദ്ധാന്തങ്ങൾ പിന്നീട് കേരളത്തിൽ സജീവമായി തീർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യം വരുന്ന കോൺഗ്രസ് പ്രസ്ഥാനമാണ്. 1920 തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകങ്ങൾ വരുന്നത്. ഗാന്ധിജിയുടെ സാന്നിധ്യം അതിലൊക്കെ വളരെ പ്രധാനമാണ്. പിന്നീട് അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാകുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിലനിൽക്കും പാർട്ടി ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകുന്നു. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒരുപാടുണ്ടാകുന്നു. കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇതൊക്കെ കേരള സമൂഹത്തിൽ മുന്നോട്ട് പോയി കൊണ്ടുവന്നുവെങ്കിലും ആരും പരസ്യമായി ജാതിയുടെ പേരിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ജാതി വിവേചനം പരസ്യമായി കൊണ്ടു നടക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ധൈര്യപ്പെടാത്തതിന് കാരണം ശ്രീനാരായണൻ എന്ന് പറയുന്ന വജ്രായുധം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീനാരായണനെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജാതി വിവേചനത്തെ അനുകൂലിക്കാൻ സാധിക്കില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ജാതി വിവേചനത്തിനും ജാതി നിർമ്മാർജ്ജനത്തിനും വേണ്ടി നിലകൊണ്ട ശ്രീനാരായണന്റെ വിജയം ഭാഗികമാണ് എന്നിപ്പോ പറയേണ്ടതായി വരും. ജാതി വിവേചനത്തിനെതിരായ അദ്ദേഹത്തിന്റെ പോരാട്ടം ഏതാണ്ട് വിജയം കണ്ടു എന്ന് പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, വിജയം കണ്ടു. പക്ഷേ ജാതി നിർമ്മാർജ്ജനം സാധിച്ചിട്ടില്ല. ജാതി ബോധം ഇന്ന് കേരളത്തിൽ സജീവമാണ്.
ആ ജാതിബോധത്തെ മതബോധവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് അത് വർഗീയതയിലേക്കും അത് രാഷ്ട്രീയമായി തീരുമ്പോൾ കൂടുതൽ കൊടിയ വിഷം ചീറ്റുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്കും എത്തിപ്പെടുന്നത്. ജാതിയും മതവും ഒത്തുചേരുകയും മതവും മതബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഒത്തുചേരുകയും ചെയ്യുമ്പോഴാണ് വർഗീയതയുണ്ടാകുന്നത്. വർഗീയത ജനാധിപത്യത്തെയും ആധുനികതയെയും മനുഷ്യത്വത്തെയും നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ഉപകരണമായി ഭരണകൂടം അഥവാ ഭരണകർത്താക്കൾ കൊണ്ടു നടക്കുന്നതാണ്. ഈ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടവും ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ഒരുമിച്ച് നടത്തിയ ശ്രീനാരായണൻ ജാതി വിവേചനത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ജാതി ബോധത്തെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. ആ ജാതി ബോധം ഇന്നും കേരളത്തിൽ സജീവമായി നിൽക്കുന്നു. ആ ജാതി ബോധത്തെ വച്ചു പുലർത്തുന്നതിന് കേരളത്തിൽ ഇന്ന് സജീവമായി നിൽക്കുന്ന മധ്യവർഗം തന്നെയാണ് എന്നത് വിരോധാഭാസമായി തോന്നാൻ കാരണം ശ്രീനാരായണ പ്രസ്ഥാനത്തെയും ചട്ടമ്പിസ്വാമി പ്രസ്ഥാനത്തെയും സാമൂഹ്യ പരിഷ്കരണത്തെയും പിന്താങ്ങിയവർ, നെഞ്ചേറ്റിയവർ, മുന്നോട്ട് കൊണ്ടുപോയവർ മധ്യവർഗമായിരുന്നു. മധ്യവർഗ ബുദ്ധിജീവികളായിരുന്നു. അതിലൊരുപിടി ആൾക്കാർ, അത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, പത്രപ്രവർത്തനത്തിന്റെ പേരിൽ ബലിയാടുകളാക്കപ്പെട്ടവർ, ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. പിന്നെ മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ബാരിസ്റ്റർ GP പിള്ള മുതൽ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ശ്രീതാംകൂറിലെ അഴിമതിക്കെതിരെ പോരാടിയതിന്റെ പേരിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടയാണ്. പിന്നീട് വരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരുന്ന രാമകൃഷ്ണപിള്ളയുണ്ട്. ആ പത്രത്തിന്റെ തുടർച്ചയെടുത്തുകൊണ്ട് ദേശാഭിമാനി പത്രം സ്ഥാപിച്ച TK മാധവനുണ്ട്. അതേപോലെ പിന്നെ അരയൻ പത്രം തുടങ്ങിയ PV വേലിക്കുട്ടി അരയനുണ്ട്. മിതവാദി പത്രം നടത്തിയ ശ്രീകൃഷ്ണനുണ്ട്. അല്ലെങ്കിൽ സഹോദരൻ പത്രം നടത്തിയ K അയ്യപ്പനുണ്ട്. ശ്രീനാരായണ ശിഷ്യനാണ് അദ്ദേഹം. ഇവരൊക്കെ തന്നെ പൊതു ഇടത്തിന്റെ ഒരു ബുദ്ധിജീവികളുടെ പരിവേഷമുണ്ട്. ബുദ്ധിജീവികളാണ്, പരിവേഷമല്ല, ബുദ്ധിജീവികളാണ്. അവരാണ് മധ്യവർഗ ബുദ്ധിജീവികളായി നിന്നുകൊണ്ട്, അവരെ വർഗം എന്ന് വിളിക്കുന്നതിന് ഖേദമുള്ളവർ വിട്ടുവയ്ക്കാം, അവർ ബുദ്ധിജീവികളായിരുന്നു, ബുദ്ധിജീവി വർഗമായിരുന്നു. ആ ബുദ്ധിജീവി വർഗമാണ് ജാതി വിവേചനത്തിനെതിരായി പ്രവർത്തിച്ചത്, ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. എന്നാൽ ഒരു നൂറ്റാണ്ടിന് ശേഷം 2020 ആണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ 1990-കൾക്ക് ശേഷം വരുമ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താണ്? ഇതേ ബുദ്ധിജീവി വർഗത്തിന്റെ ഇന്നത്തെ തലപ്പത്ത് നിൽക്കുന്നവർ ജാതി വിവേചനത്തിന് പരസ്യമായി കൂട്ടുനിൽക്കുന്നില്ലെങ്കിലും ജാതി ബോധം വച്ചു പുലർത്തുന്നവരാണ്. ആ ജാതി ബോധം വച്ചു പുലർത്തുന്നത് കൊണ്ടാണ് അവർ ജാതിയെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ എല്ലാ നയങ്ങളെയും ഇപ്പോൾ സ്വാധീനിക്കുന്നത് മധ്യവർഗമാണ്. തൊഴിലാളി വർഗം നമുക്കുണ്ട്, കർഷക തൊഴിലാളികളുമുണ്ട്, വ്യവസായ തൊഴിലാളികളുമുണ്ട്, ഏറ്റവും സംഘടിതരായി നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പുറത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സംഘടനകളുണ്ട്. എല്ലാവരും അവകാശപ്പെടുന്നത് തങ്ങൾ തൊഴിലാളി വർഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, തങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രന്മാരാണ്, അല്ലെങ്കിൽ തൊഴിലാളി വർഗമാണ് എന്ന് പറയുമ്പോഴും അവരുടെ എല്ലാ ബോധത്തെ നിയന്ത്രിക്കുന്നത് ജാതിബോധമാണ്. ജനനം മുതൽ മരണം വരെയും മരണാനന്തരം ഉള്ള ചടങ്ങുകളെല്ലാം നമ്മൾ നടത്തുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പൂർവാധികം ഭംഗിയായിട്ടാണ് നമ്മൾ എല്ലാവിധ ആചാരങ്ങളും നടത്തുന്നത്. അത് ക്ഷേത്രങ്ങളിലെ ഉത്സവാചാരങ്ങളായിരുന്നാലും, ക്ഷേത്രത്തിന് പുറത്തുള്ള കുടുംബ അന്തരീക്ഷത്തിലെ ചടങ്ങുകളായിരുന്നാലും, സാമൂഹ്യമായ ചടങ്ങുകളായാലും നമ്മളെല്ലാം നടത്തുന്നത് ജാതി ബോധത്തിന്റെയോ ചില ജനവിഭാഗങ്ങൾ അവരുടെ മതസംഘടനയുടെയോ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും പ്രാകൃതമെന്ന് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നുവെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്, ശ്രീനാരായണ ഗുരു 2020 ജീവിച്ചിരുന്നു, അദ്ദേഹം ചിരഞ്ജീവിയായി ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഏതിനെയായിരിക്കും? നമ്മുടെ ഈ കുത്തിയോട്ടങ്ങളെ ആയിരിക്കും. കവളിൽ കൂടി ഉരുക്ക് ശൂലം കടത്തിവിട്ട് കൊണ്ടുപോകുന്നത്, ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ മുതുകത്തെ കട്ടി മാംസത്തിൽ ഉരുക്ക് കൊളുത്തുകൾ കൊണ്ട് തൂക്കിയിട്ട് ആകാശത്തേക്ക് കിടക്കുന്ന പറവക്കാവടികൾ, ഇത്തരത്തിലുള്ള പ്രാകൃതവും മൃഗീയവുമായ ആചാരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നില്ലേ? അത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, മുരുകൻ കോവിലുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആചാരങ്ങൾ കേരളത്തിൽ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ജാതീയമായ ചടങ്ങുകളോടുകൂടിയാണ് നമ്മൾ എല്ലാം, ഓരോ ജാതിക്കാരും അല്ലെങ്കിൽ ഓരോ ജനവിഭാഗവും
അവരുടെ വ്യക്തിപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ നമ്മളിൽ നിന്നും ജാതിബോധം പോയി എന്ന് നമുക്ക് അവകാശപ്പെടാനാവും. ഒരു പൊതു ഇടത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയും അത് അയ്യങ്കാളിയും അതുപോലുള്ള ആൾക്കാരെല്ലാം ശ്രമിച്ചത് എങ്കിൽ ആ പൊതുബോധത്തിന്റെ നിർമ്മിതിക്ക്, ആ പൊതു ഇടത്തിന്റെ നിർമ്മിതിക്ക് ഇപ്പം തടസ്സമായി നിൽക്കുന്നത് ജാതിബോധവും മതബോധവും ഒക്കെ തന്നെയല്ലേ? ഈശ്വര വിശ്വാസമാകാം, ഈശ്വരചിന്തയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശമാണ്, വ്യക്തിപരമായ ആവശ്യവുമായിരിക്കാം. ആവശ്യമില്ലാത്തവർക്ക് അത് വേണ്ട എന്ന് വെക്കാം, പക്ഷെ ആവശ്യമുള്ളവർക്ക് അത് കൊണ്ടുപോകാം. ആ ഈശ്വര വിശ്വാസത്തെ ഒരു മതസംഘടനയ്ക്കുള്ളിലേക്ക് ഒതുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എത്രയോ ഹിന്ദു സംഘടനകളുണ്ട്, എത്രയോ ക്രൈസ്തവ സംഘടനകളുണ്ട്, എത്രയോ ഇസ്ലാമിക സംഘടനകളുണ്ട്. ഓരോ അത് ഇങ്ങനെ സംഘങ്ങളായി തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഈശ്വരനേ ഉള്ളൂ, ഒരു യേശുവേ ഉള്ളൂ, ഒരു അള്ളാഹേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർക്ക് വ്യത്യസ്തങ്ങളായ സംഘടനകൾ ഉണ്ടാക്കേണ്ടി വരുന്നത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വ്യക്തിപരമോ അല്ലെങ്കിൽ വർഗപരമോ ആയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തനിക്ക് ജാതിയോ മതമോ ഇല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറയുമ്പോൾ നമ്മളത് ഇപ്പം പറയുന്നത് നമുക്ക് ജാതിയില്ല എന്ന് മാത്രമാണ്, ജാതി മതമില്ല എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന്റെ മതം മാനവീക മതമാണ്, വിശ്വമതമാണ്, വിശ്വമാനവീകതയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ആ വിശ്വാസത്തിന് ന്യൂനീകരണം വരുന്നു. തന്നെ മനുഷ്യനായി കാണാതെ വെറും ഈഴവനായി കാണുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അദ്ദേഹം രാജിക്കത്തെഴുതുന്നതും. എന്നിട്ട് കൂടെ ഉള്ളവർക്കും നാട്ടുകാർക്കും ബോധ്യപ്പെടാൻ വേണ്ടി താൻ ഈഴവനല്ല, വെറും മനുഷ്യനാണ്, പച്ച മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കാൻ വരുന്നത്. ആ പച്ച മനുഷ്യനാണെന്ന് പ്രഖ്യാപിച്ചത് കേട്ട് ആഹ്ലാദം കൊണ്ട്, ആവേശം കൊണ്ടിട്ടാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ പോയി അദ്ദേഹത്തെ കണ്ട സഹോദരൻ അയ്യപ്പൻ ശരിക്കും ജാതി ഉച്ചാടനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതും സമപന്തി ഭോജനത്തിന് പുറപ്പെടുന്നതും. സമപന്തി ഭോജനം നേരത്തെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. തെക്കാട്ട് അയ്യാഗുരുവിന്റെ വസതിയിൽ, തെക്കാട്ടുള്ള വസതിയിൽ എല്ലാ വർഷവും 1881 മുതൽ എല്ലാ വർഷവും സമപന്തി ഭോജനം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയോ അയ്യങ്കാളിയോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജാതിക്കെതിരായി ഒരു ജാതി ബോധവുമില്ലാതെ ഒരുമിച്ചിരുന്ന് തോളോട് തോളിരുന്ന് അവർ പായസച്ചോറ് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു നിമിത്തമായി അവിടെ നിൽക്കുമ്പോഴാണ്. അതിനു മുമ്പ് ഒരുപക്ഷെ 1839 അയ്യാ വൈകുണ്ഠൻ എന്ന് പറയുന്ന നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ സ്വാമിത്തോപ്പിൽ അവിടെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ, അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹം ഈ സമപന്തി ഭോജനം തുടങ്ങുന്നത്. അപ്പൊ അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു പിന്തുടർച്ചയുണ്ട്. ആ പിന്തുടർച്ചയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് 1917 സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവരുന്നതും. ആ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിന്റെ ജാതി മതമില്ല എന്ന, ജാതി മതങ്ങൾ തനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഒരു പ്രായോഗിക രംഗത്തേക്ക് വരുന്നതും, പുലയ കുട്ടികളെ കൂട്ടിയിരുത്തി പായസച്ചോറ് കഴിച്ചതും, അദ്ദേഹത്തിന് തല്ലുകൊള്ളേണ്ടി വന്നത്, അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നത്, ആ അധിക്ഷേപങ്ങൾ ഏൽപ്പിച്ചതൊക്കെ തന്നെ ശ്രീനാരായണൻ ശത്രുവെന്ന് പ്രഖ്യാപിച്ച തന്റെ സിദ്ധാന്തങ്ങൾക്കെതിരായി നിൽക്കുന്നുവെന്ന് പ്രവചിച്ച പ്രമാണിമാരായ ഈഴവരുടെ ചെയ്തികൾക്കെതിരായിട്ടാണ്. ആ പ്രമാണിമാരായ ഈഴവർ തന്നെയായിരുന്നു ശ്രീനാരായണനെയും എതിർത്തത്. ആ പ്രമാണിമാരായ ഈഴവർ തന്നെയാണ് സഹോദരൻ അയ്യപ്പനെയും എതിർത്തത്. പിന്നീട് ആ പ്രമാണിമാരുടെ കയ്യിലേക്ക് സംഘടന അകപ്പെട്ടത് കൊണ്ടാണ് അവർ ജാതി രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചതും പിന്നീട് അത് ഒരു രാഷ്ട്രീയമായ ചേരി തിരിവുകളിലേക്ക് പോകുന്നു. കേരളത്തെ ജാതിയിലൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. അതൊക്കെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അപജയം എന്ന് നമുക്ക് പറയേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 പ്രധാന സിദ്ധാന്തങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ഒന്ന്, 1916 അദ്ദേഹം നടത്തിയ ഈ ജാതി മത വിശ്വാസങ്ങൾ തനിക്കില്ല എന്ന് പറയുന്ന പ്രസ്താവന. ഒന്ന്, ഇന്നേക്ക് 100 കൊല്ലം മുമ്പ് 1096 ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ, തന്റെ ജന്മദിനത്തിൽ അദ്ദേഹം പറഞ്ഞ മദ്യത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, അത് കുടിക്കരുത്, അത് കൊടുക്കരുത്. അദ്ദേഹം പറഞ്ഞത് വളരെ ദീർഘദർശിത്വത്തോടു കൂടിയാണ്. പക്ഷേ ഇന്നത്തെ പ്രായോഗിക പരിസ്ഥിതിയിൽ മദ്യവർജനം നടക്കൂല, മദ്യനിരോധനവും നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് അത് ഭരണകൂടവുമായിട്ട് സാമ്പത്തിക സിദ്ധാന്തവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ശ്രീനാരായണൻ പറഞ്ഞ മദ്യവർജനം അദ്ദേഹത്തിന്റെ സംഘടനാ ബലത്തിൽ ഊറ്റം കൊണ്ട സംഘടനയും അതിന്റെ പിന്നീട് പ്രമാണിമാരായവരും തന്നെയാണ്
മദ്യ കച്ചവടത്തിലൂടെയും മദ്യ വ്യാപാരത്തിലൂടെയും പ്രമാണികളായി തീരുന്നത് എന്ന കാര്യവും ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നിയേക്കും. ഇവിടെ ഇപ്പോ ആ പ്രഖ്യാപനത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോഴായിരുന്നാലും, ചതയദിനത്തിന്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴായിരുന്നാലും, കേരള സമൂഹത്തിന്റെ പൊതു ഇടം ഇപ്പോഴെവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. നമുക്കറിയാം, എക്കാലത്തും സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, സമൂഹത്തെ ഭരിച്ചിട്ടുള്ളത്, സമൂഹത്തെ അടക്കി വാണിട്ടുള്ളത് സമ്പത്തും അധികാരവും കൈവശം വെച്ചവരാണ്. സമ്പത്ത് കൈവശം വയ്ക്കുന്നവർ തന്നെയാണ് അധികാരവും കൈകാര്യം ചെയ്യുന്നത്. സമ്പത്ത് ആരുൽപാദിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമുക്കറിയാം, കേരളത്തിന്റെ പരമ്പരാഗതമായ ജാതി വ്യവസ്ഥ പരിശോധിച്ചാൽ അറിയാം, സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചത് അടിയാള വർഗമായിരുന്നു. പാടത്ത് പണിയെടുത്തത്, അല്ലെങ്കിൽ വള്ളം ഊന്നാൻ പോയത്, അല്ലെങ്കിൽ ചുമട് ചുമന്നതൊക്കെ അടിയാള വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അതിന്റെ മിച്ചം ആവാഹിച്ചെടുത്ത് സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ച് ക്ഷേത്രങ്ങളിലും വലിയ കൊട്ടാരങ്ങളിലും വലിയ ഭവനങ്ങളിലും ഒതുക്കി വെച്ചത് സമ്പന്നരാണ്. അവർ സ്വയം സവർണരെന്ന് വിശേഷിപ്പിച്ചവരുമാണ്. ആ സമ്പന്ന സവർണ വർഗം അധികാരവും സമ്പത്തും കൈയേറി വെച്ചത് കൊണ്ടാണ് മഹാഭൂരിപക്ഷം വരുന്ന മറ്റ് ജനങ്ങൾക്ക് അതില്ലാതായി പോയത്. അപ്പൊ സമ്പത്തും അധികാരവും പിടിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും പിന്നാക്കം നിന്ന ജനവിഭാഗം ശ്രമിച്ചത്. ആ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഭാഗമായിട്ടാണ് ക്ഷേത്രപ്രവേശനവും ആവശ്യമായി വന്നത്. ശ്രീനാരായണൻ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളല്ല. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടവർ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ക്ഷേത്രം പണിതു തരാം, ഞാൻ ഒരു വിഗ്രഹം പണിതു തരാം, വിഗ്രഹം സ്ഥാപിച്ചു തരാമെന്നേ പറഞ്ഞോളൂ. അതിന് പ്രത്യേകിച്ച് ഒരു രൂപവുമില്ല, പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തവും അതിന് പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കല്ലെടുത്ത് വെച്ചു. നെയ്യാറിൽ നിന്ന് പൊങ്ങിയ ഒരു നല്ല വഴുവഴുത്ത നെയ്യാറിന്റെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഒരു രൂപഭാവം വന്ന ഒരു കല്ലെടുത്ത് വെച്ചു. ഇതാണ് ശിവൻ എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ശിവനെയാണ് ആൾക്കാർക്ക് ആവശ്യമെങ്കിൽ ശിവൻ, വെളിച്ചമാണ് ആവശ്യമെങ്കിൽ വിളക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമാണ് ആവശ്യമെങ്കിൽ പുസ്തകമാണ് ആവശ്യമെങ്കിൽ അത്, വിജ്ഞാനമാണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്. അപ്പോൾ ഏതെങ്കിലും അതേ ഒരിക്കൽ പറയുന്നു, ഇനി ക്രിസ്ത്യാനികൾക്കോ മുസ്ലിംമാർക്കോ അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ സ്ഥാപിച്ചു തരാം. മുസ്ലിങ്ങൾ പ്രത്യേകമായ ഏതെങ്കിലും ബിംബത്തെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയ്ക്ക് എതിരാണ്, അവർ വിഗ്രഹവഞ്ചകരാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ കുരിശിനെ ആരാധിക്കുന്നവരാണ്. കാരണം കുരിശുമരണം ഏറ്റവും വലിയ ഒരു ത്യാഗമായി, യേശുവിന്റെ കുരിശുമരണം ഒരു ത്യാഗമായിട്ട് അവർ കണക്കാക്കുന്നത് കൊണ്ടാണ് കുരിശിനെ അവർ ആരാധ്യ വസ്തുവായി കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിച്ചു, ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചു എന്നല്ലാതെ അതിനെന്തെങ്കിലും പ്രത്യേക മഹത്വം അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക ക്ഷേത്രത്തിൽ പോയി പ്രവേശിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചില്ല. കാരണം ആ ക്ഷേത്രങ്ങൾക്ക് അതീതനാണ് അദ്ദേഹം. ആ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്ന വ്യക്തിത്വമോ ഒതുങ്ങുന്ന ദർശനത്തിന്റെ വക്താവോ അല്ല അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രത്തിന് അതീതമായി പ്രവർത്തിക്കാനും ക്ഷേത്രത്തിന് അതീതമായി ചിന്തിക്കാനും ഇടയായി. പിന്നെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത് വേണ്ട എന്ന് പറയാനും. പക്ഷേ അദ്ദേഹം ഉണർത്തിവിട്ടായ ക്ഷേത്രാരാധന എന്നുള്ള ബോധം മനുഷ്യരെ, കേരളീയരെ ക്ഷേത്രങ്ങളിലേക്ക് ആവാഹിച്ചു. ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളൊരു കോടതിക്ക് അകത്താണ് പ്രവേശിക്കുന്നത് എങ്കിൽ നമുക്ക് കോടതിയുടെ ചിട്ടവട്ടങ്ങൾ ശീലിച്ചേ പറ്റുള്ളൂ, അത് പാലിച്ചേ മതിയാവും. കോടതിക്ക് പുറത്തു നിന്നുകൊണ്ട് കോടതി വരാന്തയ്ക്ക് വെളിയിൽ നോക്കുന്നവിടെ എന്തും പറയാം. പക്ഷെ കോടതിക്ക് അകത്ത് കയറുമ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിച്ചേ പറ്റൂ. അത് ജഡ്ജിക്കായിരുന്നാലും വക്കീലിനായിരുന്നാലും സാക്ഷിക്കായിരുന്നാലും പ്രതിക്കായിരുന്നാലും വാദിക്കായിരുന്നാലും അത് മാനദണ്ഡം ബാധകമാണ്. അതിന് പുറത്ത് പൊതുസമൂഹത്തിലെ ജീവിതമല്ല കോടതിക്കകത്തുള്ളത്. പള്ളിക്കൂടത്തിനകത്ത് ക്ലാസ് മുറിക്ക് അകത്തുള്ള അനുഭവമല്ല ക്ലാസ് മുറിക്ക് വെളിക്കുള്ള അനുഭവം. കാരണം രണ്ട് നിയമങ്ങളാണ്. അതുതന്നെയാണ് അമ്പലത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യം സഹസ്രാബ്ദങ്ങളായി യാതൊരു ഊനവും തട്ടാതെ നിലനിൽക്കുന്നു. ആ പൗരോഹിത്യത്തെ വെല്ലുവിളിക്കാനാണ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണന് ശ്രമിച്ചത്. ചട്ടമ്പിസ്വാമി അതിനെ സൈദ്ധാന്തികമായി എതിർത്തു. വേദങ്ങൾ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞല്ല, ശൂദ്രനും പഠിക്കാം, ഏത് മനുഷ്യനും പഠിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ ബ്രാഹ്മണരായ പൂജാരിമാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ശ്രീനാരായണൻ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തി പൗരോഹിത്യത്തിന് നട്ടല്ലൊടുക്കുന്നത്. അങ്ങനെ നട്ടല്ലൊടിച്ച് വിഗ്രഹാരാധനയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി എന്നുള്ളത്. വിഗ്രഹം സ്ഥാപിക്കുന്നത്, വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്, ആരാധന നടത്തുന്നത് ആർക്കുമാവാം എന്ന് സ്ഥാപിക്കാനാണ് ശ്രീനാരായണൻ ശ്രമിച്ചത്. പക്ഷെ സംഭവിച്ചതെന്താ? പിന്നോക്ക ജാതിയിൽപ്പെട്ടവരും എല്ലാ അമ്പലങ്ങളിലേക്കും പ്രവേശിക്കുകയും ആ അമ്പലങ്ങളിലെ പൂജാരിമാരും അവിടുത്തെ വളരെ പ്രാചീനമായ തന്ത്രങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്നു. അപ്പൊ ആധുനിക ജീവിതത്തിലെ തുല്യത ശ്രീനാരായണൻ എന്ന് പറയുന്ന
നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെ ഏറ്റവും ആധുനിക വക്താവായ ശ്രീനാരായണനും പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കളായ ബുദ്ധിജീവികളും കൂടി ചേർന്ന് ഒരുക്കിയെടുത്ത പൊതുമണ്ഡലത്തെ പൗരോഹിത്യം തടസ്സപ്പെടുത്തുന്ന, പൗരോഹിത്യം ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് 21ാം നൂറ്റാണ്ടിന്റെ 3ാം പാദത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന, 3ാം ദശാബ്ദത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന നമ്മളൊന്ന് പറയേണ്ടതായി. പൂജാരികൾക്ക് പൗരോഹിത്യത്തിന് ഒരു ഉലവും തട്ടിയിട്ടില്ല. പൗരോഹിത്യം പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയില്ല, പാങ്ങില്ല. കാരണം പൗരോഹിത്യം പറയുകയാണ് സ്ത്രീ പ്രവേശനം പാടില്ല എന്നാണെങ്കിൽ പാടില്ല തന്നെ. പൗരോഹിത്യം പറയുകയാണ് ഇന്നതാണ് പ്രശ്നവിധിയാൽ കാണുന്നത്, അത് നിർവഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരിക്ക് അത് നിർവഹിച്ചേ, അല്ലെങ്കിൽ അത് പാലിച്ചേ മതിയാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയെ EMS വിളിച്ചതും പലരും ഏറ്റുപറയുന്നതുമായ ഒരു കാര്യത്തിൽ, ആ കാര്യത്തിൽ ഒന്നുകൂടെ ചേർക്കേണ്ടതുണ്ട്. ജാതി വ്യവസ്ഥ ദുർബലപ്പെട്ടു, ജന്മിത്വം തകർന്നു, നാടുവാഴിത്തം പോയി, ജനാധിപത്യം വന്നു. പക്ഷെ ഇതിലൊക്കെ തന്നെ എങ്ങും തൊടാതെ നിൽക്കുകയും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുകയും അല്ലെങ്കിൽ അടക്കി വാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം ശക്തമായി തുടരുകയും ചെയ്യും. ആ പൗരോഹിത്യത്തിന്റെ മുന്നിലേക്ക് വിശ്വാസികൾ ചെന്ന് അണിഞ്ഞു കൊടുക്കുകയാണ്. ആ വിശ്വാസികൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത്, ആ ദർശനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ആ ദർശനത്തിന്റെ ചൂട് എന്ന് പറയുന്നത്, ആ ദർശനം ഭാവി സമൂഹത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് എല്ലാവിധ വിഗ്രഹാരാധനകൾക്കും എല്ലാവിധ ക്ഷേത്രാരാധനകൾക്കും അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം എന്നാണ്. വിശ്വമാനവികതയുടെ വക്താവായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ ദർശനത്തിന് ഇപ്പോൾ എന്തു പറ്റി എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ, ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അടിയന്തരമായി, അല്ലെങ്കിൽ നമ്മളല്ല, ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയും കേട്ടിരിക്കുന്ന മറ്റുള്ളവരുൾപ്പെടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ പൊതു ഇടത്തിന് ശോഷണം വരുന്ന, ശ്രീനാരായണൻ നിർമ്മിച്ചത് ഒരു പൊതു ഇടമാണ്. ആ പൊതു ഇടത്തിന് ശോഷണം വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നമുക്ക് നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ജാതിയാണെങ്കിൽ ജാതി, പൗരോഹിത്യമാണെങ്കിൽ പൗരോഹിത്യം, സമ്പത്തിന്റെ കേന്ദ്രീകരണമാണെങ്കിൽ അതിനെല്ലാം അതീതമായി നമുക്ക് ജാതി വിവേചനത്തിനും ജാതി ബോധത്തിനും അതീതമായ ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. മധ്യവർഗത്തിന്റെ ചാഞ്ചാട്ടങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ അധികാരം കൈയടക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ആ രാഷ്ട്രീയ അധികാരം കൈയടക്കാൻ വേണ്ടി ഈ ജാതിബോധമുള്ളവരും മതബോധമുള്ളവരെ കൂടി ശ്രമിക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു ജനാധിപത്യത്തിലേക്ക്, അതിനപ്പുറമുള്ള ഒരു ഉദാരതാവാദത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതായി വരും. അങ്ങനെ ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആധുനിക മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്, പിന്മുറക്കാരാണ് എന്ന് തങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്, ശ്രീനാരായണ ദർശനം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ആരും മദ്യപിക്കില്ല, മദ്യം ഉണ്ടാക്കുകയില്ല, മദ്യം കുടിക്കുകയില്ല, മദ്യം കഴിക്കുകയുമില്ല. അത് നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ കഴിയുമോ എന്ന് കേട്ടിരിക്കുന്നവർ ചിന്തിക്കുക. മറ്റൊന്ന്, പൊതു ഇടത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത്. ജാതിബോധവും മതബോധവും ഇല്ല. ഈശ്വരവിശ്വാസത്തിൽ ഇതായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ ജാതിബോധത്തിനും ജാതി സംഘടനകൾക്കും അതീതമായിട്ടും മതബോധത്തിന് അതീതമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ മാനവികതയ്ക്ക് വേണ്ടി, മാനവികതയാകട്ടെ നമ്മുടെ മതം, മനുഷ്യനും തമ്മിൽ വിവേചനമില്ലാതായിത്തീരുന്ന മാനവികതയാകട്ടെ നമ്മുടെ മതം എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ ആധുനിക കേരള സമൂഹത്തെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇന്നത്തെ സമൂഹം, ഇന്നത്തെ തലമുറ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളാൻ ഒരു ശ്രമം, ഉൾക്കൊള്ളുക എന്ന് പറയുകയല്ലാതെ അത് നമ്മൾ അവനവൻ തന്നെ ശ്രമിച്ചെങ്കിൽ മാത്രം. നമ്മൾ മാറണമെങ്കിൽ സ്വയം മാറുക തന്നെ വേണം. ആ സ്വയം മാറുന്നതിന് ഭൗതികമായ ചുറ്റുപാടുകൾ നമ്മളെ സഹായിക്കും. ആ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വയം മാറാനും സ്വയം പരിഷ്കരണത്തിന് വിധേയരാവാനും ശ്രീനാരായണ സിദ്ധാന്തം ഉൾക്കൊള്ളാനും ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ചതയ ദിനത്തിൽ എനിക്ക് ഈ കേൾവിക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയുമാണ് ഒരുപക്ഷെ ഇന്നത്തെ പ്രസക്തമായ ചിന്തയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.